ഇനി പറയുന്നത് കഴിഞ്ഞ സീരീസിൽ ഞാൻ ക്വസ്റ്റ് പേപ്പറിൽ ഉണ്ടായതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സെറ്റ് ടെസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എ ഫാക്ടറി, സോറി ഇതല്ല കേട്ടോ, സോറി, സെക്കൻഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് a cereal company claims their cereal boxes contain 500 grams on average. Okay, a sample of 100 taken. So, നമുക്കത് മനസ്സിലായി. 100 means more than sample പറയുന്നത് എന്നിനേക്കാൾ 13 കൂടി that means it's a set test. നമുക്ക് വന്ന് മനസ്സിലായി. മീൻ വെയിറ്റ് തന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ഗ്രാംസ്. ഇങ്ങനെ ഈ 5% സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 4 വാല്യൂസ് മതി സെറ്റ് ടെസ്റ്റിന്, അഞ്ചാമത്തെ ഒരാളെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5% സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ നമുക്ക് എല്ലാത്തിനും ആവറേജുകൾ കാര്യങ്ങളുണ്ട്. സോ നൾ ഹൈപ്പോത്തിസിസ് എന്താ, അപ്പം ഞാൻ എന്താ ചെയ്യുക? ഇമ്പോർട്ട് നംപൈ ആസ് എൻ പി, നംപൈ ചെയ്തു, ഫ്രം സ്കൈപൈ ഡോട്ട് സ്റ്റാറ്റ്സ് ഇമ്പോർട്ട് സെറ്റ് ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. നമുക്കറിയാം സാമ്പിൾ മീൻസ് ഡാറ്റ ജനറേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗീവ് 2-3 വാല്യൂസ്. ദാറ്റ് ഈസ് 1 ഈസ് 495, സാമ്പിൾ ആയിട്ടുള്ള മീൻ 495 കൊടുക്കണം. ആൻഡ് ദെൻ അടുത്തത് എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 10 ആൻഡ് നമ്മുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. സോ ദാറ്റ് ഈസ് എൻ വാല്യൂ ഇസ് 100. സോ ഹിയർ ഇതൊന്നും നമുക്ക് എന്ത് ക്രിയേറ്റ് ആവും? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാമ്പിൾ ഡാറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സാമ്പിൾ ഡാറ്റ കിട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം എളുപ്പമാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു, അതിൽ സാമ്പിൾ ഡാറ്റയും ഏതാണ് പോപ്പുലേഷൻ മീൻ എന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കുക. അത്രയും കൊടുത്താൽ നമുക്ക് സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്കും കിട്ടും, പി വാല്യൂം കിട്ടും. രണ്ടും പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? പി വാല്യൂ ലെസ് ദാൻ 0.05 ആണ് റിജക്ട് നൾ ഹൈപ്പോത്തിസ്. റിജക്ട് നൾ ഹൈപ്പോത്തിസ്. മറ്റേത് പറഞ്ഞാൽ ഫെയിൽ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തിസ്. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഓക്കെ, ക്ലെയിം ഓഫ് 500 ഈസ് റിജക്റ്റഡ്, ക്ലെയിം ഓഫ് 500 gram ഈസ് അക്സെപ്റ്റഡ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറിയേണ്ടത് 4 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. സാമ്പിൾ മീൻ തന്നിട്ടുണ്ടോ, നമുക്ക് എന്താ പറയുക, ടോട്ടൽ നമ്പർ ഓഫ് ഇത് കിട്ടിയിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ തന്നിട്ടുണ്ടോ, അതുപോലെ എന്താണ് ആവറേജ് വാല്യൂ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഐ ഹോപ്പ് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവുക. ഓക്കെ.